ഒരു ദിവസം 30-40 പ്രാവശ്യം പലരിൽ നിന്നും അടി കിട്ടുന്നു ആ കുട്ടിക്ക്. എന്ത് കുറ്റവാളിയാണെങ്കിലും 6-7 വയസ്സുള്ള കുട്ടി ഇങ്ങനെയൊക്കെ ശിക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ. ഹായ് പ്രിയപ്പെട്ടവരെ, കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്താം എന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ കുസൃതിക്കാരായ കുട്ടികളെയോ കുറ്റവാളികളായ കുട്ടികളെയോ ഉപദേശം കൊണ്ടോ ശിക്ഷിച്ചുകൊണ്ടോ ഒന്നും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. സ്നേഹം കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കാൻ പറ്റും. സ്നേഹം ലഭിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ലഭിക്കാത്തത് എങ്ങനെ കൊടുക്കാൻ പറ്റും? ദ്രോഹമാണ് ലഭിച്ചതെങ്കിൽ എല്ലാവരും ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഇത്തരം കുട്ടികളുടെ ഹൃദയം സ്നേഹം ലഭിക്കാതെ ശൂന്യമായി കിടക്കുന്നു എങ്കിൽ അവിടെ നാം അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം സ്നേഹം നിറച്ചാൽ അവരെല്ലാവരും സ്നേഹിക്കുന്നവരായി മാറും. ഒരു അനുഭവം ഞാൻ പറഞ്ഞോട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് തെരുവിൽ അണിഞ്ഞു നടക്കുന്ന ഒത്തിരി കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയോടൊപ്പവും അല്ലാതെയും ഒക്കെ തെരുവിൽ അണിഞ്ഞു നടക്കുന്ന കുട്ടികളെ ഒത്തിരി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും കുസൃതിക്കാരനായ ഒരുത്തൻ. എല്ലാവർക്കും ശല്യമാണ്. ആരെയും കാണുമ്പോൾ തൊഴിക്കുകയും തുപ്പുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്ത് എപ്പോഴും പ്രശ്നമായിരുന്നു. ഇവൻ തുപ്പുകയും ചവിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റു കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ വില്ലനായ കുട്ടിയെ അടിക്കും. തെരുവിൽ അലഞ്ഞു നടന്നതിനാൽ നിറവും മങ്ങി ഒരു വികൃത രൂപവുമാണ്. അപ്പോൾ ഒത്തിരി അംഗങ്ങളുള്ള സ്ഥാപനത്തിൽ 10-15 വളണ്ടിയേഴ്സും ഉണ്ടായിരുന്നു. ഈ വികൃതികൾ കാണുമ്പോൾ വളണ്ടിയേഴ്സും ഇവനെ അടിക്കുക പതിവായി. ഇങ്ങനെ ഒത്തിരിയേറെ കംപ്ലൈന്റുകൾ വന്നപ്പോൾ ഇവനെ ഒഴിവാക്കേണ്ടതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. എങ്ങോട്ട് ഒഴിവാക്കും? വേറെ ആര് സ്വീകരിക്കും? പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ബോധ്യം വന്നത് ആ കുട്ടിക്ക് പ്രത്യേകം കെയർ കൊടുത്താൽ, പ്രത്യേക സ്നേഹം കൊടുത്താൽ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം എനിക്ക് ദൈവം തന്നു, കർത്താവ് തന്നു. അന്ന് മുതൽ രാവിലെ മുതൽ ആ കുട്ടിയെ ഞാൻ പ്രത്യേകം നിരീക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം 30-40 പ്രാവശ്യം പലരിൽ നിന്നും അടി കിട്ടുന്നു ആ കുട്ടിക്ക്. എന്ത് കുറ്റവാളിയാണെങ്കിലും 6-7 വയസ്സുള്ള കുട്ടി ഇങ്ങനെയൊക്കെ ശിക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ സങ്കടം തോന്നി. ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇവൻ എന്ത് ചെയ്താലും അവനെ മേലിൽ ആരും അടിക്കരുത്, തൊട്ടു പോകരുത്. എന്റെ കുട്ടിയാണ്, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശിക്ഷിച്ചോളാം. എന്റെ കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞത് അവൻ അങ്ങോട്ട് ഹൃദയത്തിൽ കൊണ്ടു. അവനെ അന്ന് വരെ എന്റെ കുട്ടി എന്ന് പറയാൻ അവൻ അപ്പനില്ല, അമ്മയില്ല. അവന്റെ ഹൃദയത്തെ സ്പർശിച്ച അനുഭവമായി. ആ ഹാളിൽ കിടക്കുന്നവരെല്ലാം എഴുന്നേറ്റ് പായകളെല്ലാം ചുരുട്ടി മാറ്റി വെച്ച ശേഷം വേണം അവിടെ പ്രഭാത പ്രാർത്ഥന ആരംഭിക്കാൻ. ആ സമയമാകുമ്പോഴും ഇവൻ ഉണരുകയില്ലാത്തത് കൊണ്ട്, വിളിച്ചാൽ എഴുന്നേൽക്കില്ലാത്തതുകൊണ്ട് അവിടെയെല്ലാം വൃത്തിയാക്കേണ്ട ചുമതലപ്പെട്ട ആള് തൊഴിച്ചാണ് എഴുന്നേൽപ്പിക്കുന്നത്. അവൻ കിടക്കപ്പയിൽ മൂത്രമൊഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിന്റെ പേരിൽ വീണ്ടും അടി കൊടുക്കുന്നു. എല്ലാ ദിവസവും കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ തൊഴിയും അടിയും വാങ്ങുന്ന ഒരു കുട്ടി പകൽ മുഴുവൻ എല്ലാവർക്കും തൊഴിയും അടിയും കൊടുത്തില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. ഇവനെ രാവിലെ അടിക്കരുത്, തൊഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും വീണ്ടും അത് ചെയ്തതുകൊണ്ട് എനിക്ക് ഇവനെ എന്റെ കൂടെ കിടത്തേണ്ടി വന്നു. ഒരു അപ്പന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും കൊടുക്കാൻ ഞാൻ എന്റെ മുറിയിൽ എന്റെ കട്ടിലിൽ കിടത്തി. അവൻ മൂത്രമൊഴിച്ചിട്ട് എന്റെ ഡ്രസ്സ് നനഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വന്നത് രാത്രി 2-3 തവണയൊക്കെയാണ്. എങ്കിലും ഒഴിവാക്കിയില്ല. എനിക്ക് ആ മകനെ നേടിയേ പറ്റൂ. പുലർച്ചെ സ്നേഹപൂർവ്വം തട്ടി ഉണർത്തിയിട്ട്, ഈശോയുടെ കുട്ടനല്ലേ, ഇങ്ങ് എഴുന്നേറ്റ് വന്നേ, നമുക്ക് അട്ടങ്കാപ്പ് കുടിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് കണ്ണു തുറക്കുമ്പോഴേ ഞാൻ ഉമ്മ കൊടുത്ത് എഴുന്നേൽപ്പിച്ചു തുടങ്ങി. 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവന്റെ അടിപിടി കാര്യമായ കുറവ് വന്നു. 1 മാസത്തിനുള്ളിൽ അവൻ അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായി. കടന്നുമുള്ളലും മാറി, അടിപിടിയും മാറി, പുലർച്ചെ എഴുന്നേക്കും, ആരെയും ഉപദ്രവിക്കുകയില്ല, അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായി മാറി. പ്രിയപ്പെട്ടവരെ, കുട്ടികളെ നന്നാക്കാൻ നമുക്ക് കഴിയും. സ്നേഹം കൊണ്ട്. സ്നേഹം ലഭിക്കാത്തവർക്ക് സ്നേഹം കൊണ്ട് മാത്രമേ നന്നാകാൻ പറ്റൂ. ഒരു തെറ്റിനും ശിക്ഷിക്കരുത്, എല്ലായ്പ്പോഴും ലാളിക്കണം എന്നല്ല. ചില പ്രത്യേക കേസുകളിൽ സ്നേഹം കൊടുത്തേ അവരെ നന്നാക്കാൻ പറ്റൂ. എന്നെ കേട്ടതിന് ഒത്തിരി നന്ദി. തുടർന്ന് വീഡിയോകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.